നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേവലം ₹1 മെലഡി ചോക്ലേറ്റ് നയതന്ത്ര മേഖലയിൽ അത്ഭുതം തീർക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും തമ്മിലുള്ള രസതന്ത്രം ലോക പ്രശസ്തമാണ്. രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ എന്നതിലുപരി ഇരുവരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. മോദി മെലോണി സുഹൃത്ത് ബന്ധം ഇത്ര സുദൃഢമാകാൻ എന്താണ് കാരണം? ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവർ തൻ്റെ ജീവിതകാലം മുഴുവൻ സ്വന്തം രാജ്യത്തെ സേവിച്ചു. സന്തോഷകരമായ കുട്ടിക്കാലമൊന്നുമായിരുന്നില്ല മെലോണിയുടേത്. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ഒരു കുട്ടിക്കാലം. കുട്ടികൾ ഷാഢ്യം കാണിക്കുന്ന പ്രായത്തിൽ അവർ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വച്ചു. 15 വയസ്സുള്ളപ്പോൾ തന്നെ മെലോണി രാഷ്ട്രീയത്തിൽ സജീവമായി. തൻ്റെ ആദ്യകാല ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് മെലോണി തൻ്റെ ജീവചരിത്രമായ ഐ ആം ജോർജിയയിൽ വിശദമായി പറയുന്നുണ്ട്. ഹോട്ടലുകളിൽ വെയിട്രസ്സായും നൈറ്റ് ക്ലബ്ബുകളിൽ ബാർ ടെൻഡറായും വരെ അവർ ജോലി ചെയ്തിട്ടുണ്ട്. സമ്പന്ന വീട്ടിലെ കുട്ടികളെ നോക്കുന്ന ജോലി പോലും അവർ ചെയ്തിട്ടുണ്ട്. രാജ്യത്തോടുള്ള സമർപ്പണം എന്ന നിലയിൽ അവർ വിവാഹം കഴിക്കാതെ പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയായി. സാമ്പത്തിക മാന്ദ്യം, രാഷ്ട്രീയ അസ്ഥിരത, ഊർജ പ്രതിസന്ധി എന്നിങ്ങനെ നിരവധി പ്രതിസന്ധികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മെലോണി ഇറ്റലിയുടെ നായികയായിരുന്നു. ഇറ്റലിയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണവർ. ധൈര്യവും കഠിനാധ്വാനവും കൊണ്ട് ഉന്നതിയിലേക്ക് ഉയർന്ന വ്യക്തിത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതവും സമാനമാണ്. ചായക്കടക്കാരൻ്റെ മകനായി റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ചായ വിറ്റു നടന്ന ബാല്യം, രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച സന്യാസതുല്യമായ ജീവിതം, ഇതെല്ലാം ലോക പ്രശസ്തമാണ്. ജീവിതത്തിലെ ഈ സാമ്യങ്ങളാണ് ഇരുവരുടെയും സുദൃഢമായ സുഹൃത്ത് ബന്ധത്തിന് കാരണം. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇറ്റലിയിലെത്തിയത്. അദ്ദേഹം ഇതിനു മുമ്പും നിരവധി തവണ ഇറ്റലി സന്ദർശിച്ചിട്ടുണ്ട്. മോദിയും മെലോണിയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം അറിയപ്പെട്ടിരുന്നത് മെലോഡി എന്നാണ്. മോദിയുടെയും മെലോണിയുടെയും പേരുകളുടെ അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മെലോണി തന്നെയാണ് ഇങ്ങനെയൊരു പേര് നിർദ്ദേശിച്ചത്. അതിനുശേഷം അവർ തമ്മിലുള്ള രസതന്ത്രവും സൗഹൃദവും ലോക പ്രശസ്തമായി മാറി. ഇത്തവണ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചർച്ചകൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെലോണിക്ക് സമ്മാനിച്ചത് ഇന്ത്യൻ വിപണികളിൽ സുലഭമായ മെലോഡി എന്ന ചോക്ലേറ്റ് ആയിരുന്നു. മെലോണി ഈ സമ്മാനം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് 11:48 പോസ്റ്റ് ചെയ്തത്. നിമിഷങ്ങൾ കൊണ്ട് 13 കോടി ജനങ്ങളാണ് ഈ വീഡിയോ കണ്ടത്. 75 ലക്ഷം ലൈക്കുകൾ ഈ പോസ്റ്റിന് കിട്ടി. അടുത്തിടെ ഇൻ്റർനെറ്റിന് തീപിടിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൽമൂരി വീഡിയോയുടെ റെക്കോർഡുകൾ ഈ പോസ്റ്റ് നിമിഷങ്ങൾ കൊണ്ടാണ് തകർത്ത് മറികടന്നത്. കേവലം ₹1 ചോക്ലേറ്റ് നയതന്ത്രത്തിൽ പക്ഷേ രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചത് തന്ത്രപ്രധാനമായ നയതന്ത്ര കരാറുകളിലായിരുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് ഉയർന്നു. മോദിയുടെ ഈ സന്ദർശനത്തോടുകൂടി ഇന്ത്യ ഇറ്റലിയുടെ സ്പെഷ്യൽ സ്ട്രാറ്റജിക് പാർട്ണറായി മാറി. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 2029 20 ബില്യൺ യൂറോയിലേക്ക് ഉയർത്താനാണ് മോദിയും മെലോണിയും തീരുമാനിച്ചിരിക്കുന്നത്. ലിഥിയം, കൊബാൾട്ട് തുടങ്ങിയ അപൂർവ ധാതുക്കളുടെ ലഭ്യതയ്ക്കായും ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിക്കും. ഷിപ്പിംഗ്, ഫാമിംഗ് ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്ലീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ഇന്നലെ തന്ത്രപ്രധാനമായ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇറ്റലിയും ഇന്ത്യയും തമ്മിൽ ഇന്നലെ ഒപ്പുവെച്ച കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രതിരോധ രംഗത്തെ കരാറുകളാണ്. ഹെലികോപ്റ്ററുകളും അന്തർവാഹിനികളും അവരവരുടെ പ്രതിരോധ സേനകൾക്കായി ഇരു രാജ്യങ്ങളും ഇനി സംയുക്തമായി നിർമ്മിക്കും. ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള പ്രവേശന കവാടമായി ഇറ്റലി നിലകൊള്ളും. പുറമെ ഇനി എല്ലാ വർഷവും ഇന്ത്യ ഇറ്റലി ഉന്നതതല ചർച്ചകൾ നടത്താനും ഇരു പ്രധാനമന്ത്രിമാരും തീരുമാനിച്ചിരിക്കുകയാണ്. രാജ്യത്തിന് മുന്നിൽ അനന്തമായ അവസരങ്ങൾ തുറന്നിട്ട അന്താരാഷ്ട്ര കരാറുകൾ മോദിയും മെലോണിയും ചേർന്ന് ഒപ്പിടുമ്പോൾ മോദി മെലോണിക്ക് നൽകിയ മെലോഡി ചോക്ലേറ്റിൻ്റെ വിൽപ്പന ഇന്ത്യയിൽ കുതിച്ചുയരുകയായിരുന്നു. ഡെലിവറി ആപ്പുകളിൽ ചോക്ലേറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കായി മാറി. പാർലെ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഫ്ലാഗ്ഷിപ്പ് കമ്പനിയുടെ ഓഹരികൾ ഇന്നലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ 5% കുതിച്ചുയർന്നു. ഗ്രൂപ്പിന് കീഴിലുള്ള പാർലെ പ്രോഡക്റ്റ് എന്ന ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയാണ് 1983 മുതൽ മെലോഡി ചോക്ലേറ്റ് നിർമ്മിക്കുന്നത്. ഇന്ത്യൻ ബ്രാൻഡിനെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ച പ്രധാനമന്ത്രിക്ക് കമ്പനി അധികൃതർ ഇന്നലെ
ഔദ്യോഗികമായി തന്നെ നന്ദിയും പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ചോക്ലേറ്റ് നയതന്ത്രത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. ജനങ്ങൾ ഇവിടെ ജീവിക്കാൻ പാടുപെടുകയാണെന്നും രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണെന്നും ആ സമയത്ത് പ്രധാനമന്ത്രി ലോകം കറങ്ങി നടന്ന് മിഠായി വിതരണം നടത്തുകയായിരുന്നു എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഇറ്റലി സന്ദർശനം സംബന്ധിച്ച വാർത്തകൾക്കും വീഡിയോകൾക്കും ഇന്ത്യൻ ജനത വലിയ സ്വീകരണമാണ് ഇന്നലെ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മെലോഡിയുടെയും വീഡിയോ 65 ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയിൽ ഷെയർ ചെയ്തത്. വില കൂടിയ സമ്മാനങ്ങൾ കൊണ്ടുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ഒരു ലോക ശ്രദ്ധയാണ് ഇന്നലെ ഇന്ത്യയുടെ ₹1 ചോക്ലേറ്റിന് ലഭിച്ചത്. ഇന്ത്യ സ്വർണം കൊണ്ടോ പട്ടുകൊണ്ടോ ഒന്നുമല്ല സംസാരിക്കുന്നത്, മറിച്ച് ഓരോ സാധാരണക്കാരനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചോക്ലേറ്റ് കൊണ്ടാണ്. ഇങ്ങനെയാണ് ഇന്ത്യ ഇറ്റലി നയതന്ത്ര ചർച്ചകളെ ലോകം ഇന്നലെ വിലയിരുത്തിയത്. ഇങ്ങനെയുള്ള ഉഭയകക്ഷി നീക്കങ്ങളാണ് ഇന്നലെ നമ്മൾ കണ്ടതും. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ രാജ്യത്ത് എപ്പോഴും വലിയ ചർച്ചയാകാറുണ്ട്. മോദി ലോകവേദികളിൽ നിൽക്കുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലോകം ഇന്ത്യക്ക് നൽകുന്ന സ്ഥാനമാണ് ഈ ചർച്ചകളിലെ ഒരു പ്രധാന വിഷയം. ലോകം ഇന്ന് ഭാരതത്തെ ശ്രദ്ധാപൂർവം നോക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ചില ലോക നേതാക്കളുമായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ സൗഹൃദമാണ് മറ്റൊന്ന്. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമെല്ലാം ആ പട്ടികയിൽപ്പെടും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേക അടുപ്പം സൂക്ഷിക്കുന്ന മറ്റൊരു നേതാവാണ്. വ്യാപാര യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നയതന്ത്ര ശ്രമങ്ങൾ വൻ വിജയം നേടിയിരുന്നു. UAE മുതൽ ഇറ്റലി വരെ നീണ്ട ഈ വിദേശ സന്ദർശനവും ലോകക്രമം മാറ്റിയെഴുതുന്ന സന്ദർശനമായി ചരിത്രത്തിൽ ഇടം നേടുകയാണ്. ഒരുപക്ഷെ അന്തർദേശീയ വ്യാപാരത്തിൽ ഇന്ത്യ ചരിത്രം കുറിക്കുന്ന നാളുകളായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അതിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ചരിത്ര വിദേശ സന്ദർശനം. 5 രാജ്യങ്ങളുടെ സന്ദർശനം ഇറ്റലിയിൽ അവസാനിക്കുമ്പോൾ മറ്റൊരു ചരിത്ര സന്ദർശനം കൂടി ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ ഇടം നേടുകയാണ്.